നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവർ രാജിവെച്ചു. നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ ഇന്ന് രാവിലെ നിയമസഭയിലെത്തി സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറി. ഇനിയുള്ള കാലം പിണറായിസത്തിനുള്ള അന്ത്യത്തിന് വേണ്ടിയെന്ന് രാജിക്ക് ശേഷം പി.വി. അൻവർ പ്രതികരിച്ചു. തൃണമൂൽ കോൺഗ്രസിന്റെ കുടക്കീഴിലാകും തുടർന്നുണ്ടാവുകയെന്നും അൻവർ പറഞ്ഞു. രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച വിവാദ പ്രസ്താവനകൾ നടത്തിയ നിലമ്പൂർ മുൻ എം.എൽ.എ. പി.വി. അൻവർ ബംഗാൾ തുരുത്തിലേക്ക് അഭയം പ്രാപിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ അംഗത്വവും പി.വി. അൻവർ സ്വീകരിച്ചു. പിണറായിസത്തിനെതിരെ പോരാടുമെന്നായിരുന്നു രാജിവെച്ച ശേഷമുള്ള പി.വി. അൻവറിന്റെ ആദ്യ പ്രതികരണം. പല വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്നവരുണ്ട്, അവജ്ഞ അനുഭവിച്ചു നിൽക്കുന്നവരുണ്ട്. പിണറായിസത്തിനെതിരെ നിലപാട് സ്വീകരിക്കാത്തതിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ മൗനികളായി നിൽക്കുന്ന ആയിരക്കണക്കിന് സഖാക്കളുണ്ട്. ഇവരെ മുഴുവൻ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ ഉണ്ടാകും. ആ രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. പിണറായിസത്തിനെതിരെ താൻ ആദ്യം ശബ്ദമുയർത്തിയപ്പോൾ CPM-ലെ ഉന്നതർ തനിക്ക് പിന്തുണ നൽകി. പിന്തുണ നൽകിയ നേതാക്കളുടെ പേര് പറയാതെ അൻവർ അവിടെയും സസ്പെൻസ് നിലനിർത്തി. കഴിഞ്ഞ 5 മാസമായി പിണറായി ഗവൺമെന്റിനെതിരെ, പിണറായിസത്തിനെതിരെ എനിക്ക് പിന്തുണ നൽകിയ പൊതുസമൂഹത്തോടും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം രണ്ടാമതായി 2016-ലും 2021-ലും നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് എല്ലാ ഘട്ടങ്ങളിലും എന്നോടൊപ്പം നിന്ന നിലമ്പൂരിലെ ജനങ്ങൾക്കും വോട്ടർമാർക്കും നിയമസഭയിൽ ആദ്യമായി എത്തിച്ചേരാൻ എനിക്ക് പിന്തുണ നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും അവരോടുള്ള നന്ദിയും അറിയിക്കുകയാണ്. കോൺഗ്രസിനെയും VD സതീഷിനെയും പൂർണ്ണമായും വാഴ്ത്തിപ്പാടിയ അൻവർ സഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾക്ക് നിരുപാധികം ക്ഷമ പറഞ്ഞു. ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ മുമ്പിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ എന്നെ ഏറ്റവും വലിയൊരു ശത്രുവാക്കാനുള്ള ഒരു ഗൂഢമായ ആലോചന അതിന്റെ പിന്നിൽ അന്ന് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സംഭവിച്ചത് അങ്ങനെയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്, ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കുമുണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എന്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. UDF-ലേക്ക് അടുക്കാൻ ഒരുങ്ങുമ്പോഴും KPCC അംഗം ആര്യാടൻ ഷൗക്കത്തിനോടുള്ള അനിഷ്ടം തുറന്നു കാട്ടാനും അൻവർ മടിച്ചില്ല. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും എല്ലാം വിമർശിച്ചുകൊണ്ട് പിണറായിയുടെ മുൻ വിശ്വസ്തൻ പടിയിറങ്ങുമ്പോൾ ഇനി എന്തെന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ജനം, തിരുവനന്തപുരം.